ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഹി സത്യങ്ങളെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനന്തുവിനെയും ലേഖയെയും അറിയിക്കുന്നു. അത് കേട്ട് ഞെട്ടിവെറിച്ച് പോവാണ് അനന്തവും ലേഖയും. തുടർന്ന് ഇപ്പോൾ മനസ്സിൻ്റെ താളം തെറ്റിയ പ്രതാപൻ ഈ സത്യമാണ് കണ്ണേട്ടനെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണേട്ടനോട് ഇത് തുറന്നു പറയാമെന്നെല്ലാം മഹി പറയുമ്പോൾ, മഹി കണ്ണനോട് ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഞങ്ങൾക്ക് പോലും ഇത് കേട്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. 20 വർഷങ്ങൾക്ക് മുൻപ് നടന്ന അപകടം 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മഹി അത് തുറന്നു പറയാത്തത് പൊറുക്കാൻ കഴിയില്ല. കാരണം കണ്ണൻ അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ മഹിയെപ്പോലെ തന്നെ ജീവനാണ്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ശ്വാസം നിലയ്ക്കും. മറ്റെന്തായിരുന്നാലും അവൻ ക്ഷമിച്ചു തരും. പക്ഷേ ഇതവൻ പൊറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹിയുടെ അമർഷത്തോടെ സംസാരിക്കുന്നുണ്ട് അനന്തു. ഏതായാലും കണ്ണേട്ടൻ്റെ അച്ഛൻ തന്നെ പ്രതാപനെ കൊണ്ട് എല്ലാം പറയിപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ. നമുക്കും കണ്ണേട്ടനോട് ഇത് മൂടി വയ്ക്കാം. മഹിയെ കൂടുതൽ വേദനിപ്പിക്കേണ്ട അനന്തുവേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ലേഖ മഹിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് സിദ്ധിയായ അമ്മയെ കാണാനെത്തുന്ന മാർക്കോ കണ്ണൻ സാർ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും അമ്മ കൂടുതൽ പറയാനായിട്ട് തയ്യാറാവുന്നില്ല. കണ്ണന് വേണ്ടി ലക്ഷ്മി മോള് എന്നും മുടങ്ങാതെ ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിരുന്നു എന്നും അങ്ങനെയാണ് ലക്ഷ്മി മോളുടെ ജീവിതത്തിലേക്ക് കണ്ണൻ മോൻ വന്നതെന്നും അമ്മ പറയുന്നുണ്ട് മാർക്കോയോട്. പിന്നീട് മഹിയെ വിളിക്കുന്ന കണ്ണൻ 7ാം മാസത്തെ ചടങ്ങ് തറവാട്ടിൽ വെച്ച് നടത്തണമെന്നും തനിക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞില്ലെങ്കിലും ലേഖയോട് പറയണമെന്നും പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുന്നു. ശേഷം വാമൻ മുത്തശ്ശിയെ വിളിച്ചിട്ട് പ്രതാപന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ കാലിൻ്റെ പരിക്കൊക്കെ ഭേദമായി, പക്ഷേ മനസ്സിപ്പോഴും പഴയതുപോലെ തന്നെയാണ്. കണ്ണൻ്റെ നിഴൽ കാണാനൊന്ന് കാത്തിരിക്കുകയാണ് അവനെല്ലാം വിളിച്ചു പറയാൻ. ആശുപത്രിയിൽ കണ്ണൻ വന്നപ്പോൾ എനിക്ക് അവനെ തടയാൻ പറ്റി, പക്ഷേ ഇവിടെ അതിന് കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല. നടന്നതെല്ലാം കണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രതാപിനേക്കാൾ പരിക്ക് പറ്റാൻ പോകുന്നത് നിനക്കാണ്. പിന്നെ ദുർഗയും ഉണ്ണിയും കണ്ണനും എല്ലാവരും ഒരുമിക്കുമെന്നും പറയുന്നത് കേട്ട് വല്ലാതെ തന്നെ പേടി പിടിക്കുന്നുണ്ട് കേട്ടോ വാമദേവന്. അങ്ങനെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു എന്നറിയുന്ന കരുണ പ്രതാപനെ കാണാനായിട്ട് കരുണാലയത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ, ഞങ്ങളും കൂടിയും വരാം മോളെ, ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ പോലും മോളുടെ അച്ഛനെ വന്നൊന്ന് കാണാൻ കഴിഞ്ഞില്ല എന്ന് ദുർഗയും ഉണ്ണിയും പറയുമ്പോൾ, അച്ഛനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ, അച്ഛൻ്റെ മാനസിക നില ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ്, ആരെങ്കിലും കാണാൻ ചെന്നാൽ വയലൻ്റ് ആവുന്നുണ്ട് എന്നൊക്കെ തന്നെയാണ് മുത്തശ്ശി പറഞ്ഞത്. അതുകൊണ്ട് അമ്മയും ഉണ്ണിയേട്ടനും വന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് കരുണ പറയുമ്പോൾ തന്നെ ദുർഗയ്ക്കും ഉണ്ണിക്കും വീണ്ടും ഡൗട്ട് തോന്നുന്നുണ്ട്. എന്താ കരുണേ, അന്ന് നീ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് നിൻ്റെ അച്ഛനെ കാണാൻ തുടങ്ങിയപ്പോഴും നീ എന്നെ തടഞ്ഞു. ഇനി ഞാൻ സംശയിച്ചതുപോലെ എൻ്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നത് നിൻ്റെ അച്ഛൻ തന്നെയാണോ എന്ന് ഉണ്ണി തുറന്നടിച്ച് ചോദിക്കുമ്പോൾ വീണ്ടും ഞെട്ടുന്നുണ്ട് കേട്ടോ കരുണ. അതൊന്നുമല്ല ഉണ്ണിയേട്ടാ, ഞാൻ ഇന്ന് പോയിട്ട് അച്ഛൻ്റെ വിവരമൊക്കെ ഒന്ന് അറിഞ്ഞു വരാം, എന്നിട്ട് ഞാൻ അമ്മയെയും ഉണ്ണിയേട്ടനെയും കൂട്ടിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് കരുണ തൽക്കാലം രക്ഷപ്പെടുന്നു. ശേഷം അവളുടെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് കരുണമോളെ എന്തോ നമ്മളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നീ പറഞ്ഞതുപോലെ ആ പ്രതാപൻ തന്നെയായിരിക്കും വിശ്വേട്ടനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് എന്ന് ദുർഗ പറയുമ്പോൾ വീണ്ടും ഉണ്ണിയുടെ മനസ്സിലെ ആ സംശയം ബലപ്പെടുന്നുണ്ട്. ഇവളെന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. എന്തായാലും അമ്മാവനോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അമ്മാവനും കരുണയുടെ അച്ഛനും പണ്ട് മുതലേ അടുത്ത സുഹൃത്തുക്കളാണ്. ഇനി അമ്മാവന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിഞ്ഞാലോ എന്ന് ഉണ്ണി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഇതേ സമയം വാമനാണെങ്കിൽ അന്നത്തെ ആക്സിഡൻറ്റിനെ കുറിച്ചെല്ലാം സീമന്തിനിയോട് പറയുന്നുണ്ട് കേട്ടോ. മാത്രമല്ല പ്രതാപിനെ പറഞ്ഞ പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത കാര്യങ്ങളും ഓർക്കുന്നു. ഇതേ സമയം ഉണ്ണി വിളിച്ചിട്ട് എനിക്ക് അമ്മാവനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ തന്നെ അത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ വാമദേവൻ. അപ്പോൾ എന്തിനാ മോനെ എന്ന് കുറിച്ച് പറയുമ്പോൾ അതൊക്കെ നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാനുള്ളതാണെന്നും ഉണ്ണി പറയുന്നുണ്ട്. തുടർന്ന് സീമന്തിനിയോട് പിടിക്കപ്പെട്ടെന്നാണ് തോന്നുന്നത്, വേറെ നിവൃത്തിയില്ലെങ്കിൽ അവനെ അങ്ങ് തട്ടിക്കളയും എന്നെല്ലാം വാമദേവൻ പറയുമ്പോൾ, നിങ്ങൾ വീണ്ടും വീണ്ടും ഓരോന്ന് ചെയ്തു കൂട്ടുകയാണോ, ഒന്നിൽ നിന്ന് തന്നെ കരകയറാൻ പറ്റിയിട്ടില്ല എന്നെല്ലാം സീമന്തിനി പറയുമ്പോൾ, കാര്യം എൻ്റെ അനന്തരവനൊക്കെ തന്നെയാണ്, എന്നാലും എനിക്കിപ്പോൾ എൻ്റെ ജീവിതമാണ് മുഖ്യം. 20 വർഷം മുൻപ് നടന്ന ഒരു അപകടത്തിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് വയ്യ സീമന്തിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ വാമദേവൻ. പിന്നീട് വാമദേവൻ ഉണ്ണിയെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഉണ്ണി വരുമ്പോൾ തന്നെ നീ എന്തിനാ മോനെ എന്നെ കാണുമെന്ന് ചോദിക്കുമ്പോൾ ആ പ്രതാപനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത് അയാളാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ ഞെട്ടുന്നുണ്ട് കേട്ടോ വാമൻ. അമ്മാവനും അയാളും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. അമ്മാവനോട് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അമ്മാവനെന്തെങ്കിലും അറിയാമോ എന്നെല്ലാം ഉണ്ണി ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരുങ്ങാണ് വാമൻ. അമ്മാവൻ്റെ ഈ പതർച്ച പോലും സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ഉണ്ണി പറയുമ്പോൾ, ഇനി എനിക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ലടാ,
എന്നായാലും നീ എല്ലാം അറിയും. പ്രതാപൻ തന്നെയാണ് നിൻ്റെ അച്ഛനെ ലോറി ഇടിപ്പിച്ച് കൊന്നത്. അതിന് അയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് ഞാനും എന്നുള്ള സത്യം ഉണ്ണിയോട് തുറന്ന് പറയുന്നുണ്ട് വാമദേവൻ. ഈ സത്യം എനിക്കും പ്രതാപനും പിന്നെ അയാളുടെ അമ്മയ്ക്കും കരുണയ്ക്കും അറിയാം. ഇപ്പം നിനക്കും പിന്നെ ലക്ഷ്മിക്ക് കുറച്ച് സത്യങ്ങൾ അറിയാമെന്നും വാമദേവൻ ഉണ്ണിയോടെല്ലാം തുറന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ സത്യം അറിയാവുന്ന നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, അതെനിക്ക് ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഉണ്ണിയെ അവിടെ ഇട്ട് കൊലപ്പെടുത്താനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വാമദേവൻ്റെ മറ്റൊരു ക്രൂരമുഖം കണ്ട് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പക്ഷേ തക്ക സമയത്ത് മാർക്കോ വന്ന് ഉണ്ണിയെ വാമദേവൻ്റെ ആ കൊടും ചതിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്